ഇനി നമ്മൾ വയനാട്ടിലേക്കാണ്. കൈത്താങ്ങാകാം ദുരിതബാധിതർക്ക്. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത മേഖലയിൽ നിന്ന് രക്ഷപ്പെട്ടവരിൽ പലരും ഇനി എന്തെന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ്. അക്കൂട്ടത്തിൽ ഒരാളാണ് ചൂരൽമല സ്വദേശി രവി. ഫർണിച്ചർ നിർമ്മിച്ചാണ് രവി ഉപജീവനത്തിന് വഴി കണ്ടെത്തിയിരുന്നത്. അപ്രതീക്ഷിതമായി കുതിച്ചെത്തിയ പാറക്കൂട്ടങ്ങൾ അതില്ലാതാക്കി. നഷ്ടത്തിന്റെ കണക്കുകൾ കണ്ണുനീരോടെ അല്ലാതെ പങ്കുവയ്ക്കാനാവില്ല രവിക്ക്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് പിന്നാലെ ഉപജീവന മാർഗം പ്രതിസന്ധിയിലായി നിരവധി ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ളത്. വീട് നഷ്ടപ്പെട്ടവരുണ്ട്, ബന്ധുക്കളെ നഷ്ടപ്പെട്ടവരുണ്ട്. അതിനോടൊപ്പം തന്നെ ഇനി മുന്നോട്ടുള്ള ജീവിത പ്രയാണം എങ്ങനെയെന്നുള്ളൊരു ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുന്ന നിരവധി ആളുകളുമുണ്ട്. അത്തരത്തിലൊരാളാണ് ചൂരൽമലയിലെ രവിയേട്ടൻ. അദ്ദേഹം ഈ ഫർണിച്ചർ ബിസിനസ്സാണ്. അദ്ദേഹം ഈ വീടുകൾക്കൊക്കെ ഫർണിച്ചർ നിർമ്മിച്ചു നൽകുന്നതിന് നേരത്തെ ഓർഡർ സ്വീകരിച്ച് അഡ്വാൻസ് തുക വാങ്ങി ഈ തടികളൊക്കെ എടുത്ത് ഫർണിച്ചർ വീട്ടുപകരണങ്ങൾ നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു ജോലിയാണ്. ചൂരൽമല ടൗണിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ കടയും ഈ ഫർണിച്ചർ ഉപകരണങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിരുന്നതും ആ പ്രദേശത്ത്. പൂർണ്ണമായും വെള്ളമൊക്കെ കയറി, അതിനകത്തൊക്കെ ചെളിയൊക്കെ കയറി കുറെ നാശനഷ്ടം അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുണ്ട്. രവിയേട്ടൻ തന്നെ പറയും എന്താണ് സംഭവിച്ചു എന്നുള്ളതും. രവിയേട്ട, എന്താണ് ഇപ്പം കടകളിൽ നിന്ന് സാധനങ്ങളൊക്കെ മാറ്റുന്നുണ്ട്, തടിയൊക്കെ ആകെ ചെളി കയറിയിരിക്കുന്നത്, കടയിലൊക്കെ ചെളി കയറിയിട്ടുണ്ട്, എന്താണ് ഇതിലുള്ള അവസ്ഥ? നമ്മളെ അവസ്ഥ പറഞ്ഞാൽ കട മൊത്തം പൂർണ്ണമായി പോയി. പിന്നെ നമ്മൾ പറഞ്ഞാൽ ഓരോ വീടുകളിലും അഡ്വാൻസ് വാങ്ങിയിട്ടാണ് ഈ പണിയെടുക്കൽ. അപ്പോൾ 3 വീടുകളിൽ നിന്നും കൂടി 83 ഉറുപ്പിക അഡ്വാൻസ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫുൾ പണി തീർത്ത് വെച്ചതായിരുന്നു. ഫിറ്റിങ്സിൻ്റെ 4-5 ദിവസം മുന്നാണ് ഈ ഉരുൾ പൊട്ടുന്നത്. അതിൽ ഡോറ്, ജനല്, എല്ലാ സാധനവും ഒരു സാധനമില്ല. അപ്പോൾ ഈ കാണുന്ന കുറച്ച് സാധനങ്ങളുള്ളത്, ബാക്കി എല്ലാം ഒലിച്ചു പോയി. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ സാധനങ്ങൾ ഞാൻ വീണ്ടും അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം, വേറെ രക്ഷയില്ല. എത്ര രൂപയുടെ നഷ്ടം ഉണ്ടായി? 3 ലക്ഷം ഉറുപ്പിക സാധനം ഉണ്ടാവും അതിനകത്ത്. അതിൽ ഫുള്ള് ചളി കൂടി കിടക്കുകയാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല, മാന്താൻ കിട്ടില്ല. ടൂൾസുകൾ മൊത്തം നഷ്ടപ്പെട്ട്. ജോലിക്കാരൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ ഒരു ജോലിക്കാരൻ നമ്മളെ സുരേഷ് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. എനിക്ക് വേണ്ടപ്പെട്ടവനാണ്, എൻ്റെ പണിക്കാരനാണ്. നഷ്ടപ്പെട്ടു, മരിച്ചു. ഇങ്ങനെ പുള്ളിയുടെ വീട് തകർന്നാണോ? വീട് മൊത്തം പോയി. വീട് മൊത്തം തകർന്ന് ഭാര്യ, 2 മക്കൾ കഴിച്ചിലായി. ഭാര്യൻ്റെ അമ്മ ഇവരെല്ലാം പോയി. 2 മക്കൾ കഴിച്ചിലായി. ഈ 3 ലക്ഷം രൂപയുടെ സാധനമാണ് നഷ്ടപ്പെട്ടതെന്ന് പറയുന്നു. അപ്പോൾ ആ സാധനം ഇനി നിങ്ങൾ സ്വന്തമായിട്ട് ഇനി ഞാനത് വീണ്ടും ഉണ്ടാക്കി കൊടുക്കണം. അവർക്ക് നമുക്ക് ഈ ബുദ്ധിമുട്ട് പറയാൻ പറ്റില്ല. എന്നെക്കാളും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് ഈ വാങ്ങിയ ആൾക്കാർ. അന്നാണ് കൂലിപ്പണി എടുത്തിട്ട് തരുന്നവരാണ്. അവർ കഷ്ടപ്പെട്ട് തന്ന പൈസയാണ്. എന്താ മുമ്പോട്ടുള്ള ഒരു വഴി? എന്താ ഒരു വീടിൻ്റെയൊക്കെ അവസ്ഥ എന്താ? വീടിന് കുഴപ്പമില്ല. വീടിന് വല്ല രക്തബന്ധങ്ങൾ ആരും പോയില്ല. പോയത് തന്നെ രക്തബന്ധം പോലെയാണ്. എനിക്ക് അത്രയും വേണ്ടപ്പെട്ട ആ ഒരു വിഷമമാണ് കൂടുതൽ. എന്തിനേക്കാളും വിഷമം എൻ്റെ ഒപ്പമുള്ളവർ ജോലി ഇത് തന്നെയാണല്ലേ? ഇത് തന്നെയാണ് ഉപജീവനം? ശരിയാ, ആൾക്കാരെല്ലാവരും ഉണ്ടല്ലോ, ഒരുപാട് പേരുണ്ട്. അവരൊക്കെ തന്നെ സഹായിക്കാമെന്നല്ലോ. അപ്പോൾ അതുപോലെ തന്നെ സഹായത്തിനേക്കാളും എൻ്റെ കൂടപ്പുറപ്പ് പോലെയാണ് എൻ്റെ ഒപ്പം പണിക്കാരും എൻ്റെ കൂട്ടുകാരന്മാരും പോയ വിഷമമാണ്. പലരും ഈ ദുരന്തമുഖത്ത് ഇത്തരത്തിൽ പ്രതിസന്ധി, രവിയേട്ടനെ പോലെ പ്രതിസന്ധിയിൽ നിൽക്കുന്ന പല ആളുകളെയും സഹായിക്കാനായി പലരും രംഗത്തേക്ക് വരുന്നുണ്ട്. രവിയേട്ടൻ്റെ അവസ്ഥ 3 ലക്ഷം രൂപയുടെ ഒരു ബാധ്യത, അത് ഈ സാധനം നശിച്ചു. അത് അദ്ദേഹത്തിന് വാങ്ങിയ ആളുകൾക്ക് കൊടുത്തേ മതിയാവും. അത് സ്വന്തം രീതിയിൽ അങ്ങനെ വീട്ടാൻ പറ്റുന്നൊരവസ്ഥയുണ്ടോ കേട്ടോ? അതില്ല. കാരണം മെഷീനറി പോയി. ഇനി ഒരു റൂം എടുത്തിട്ട് അടുത്ത സ്ഥലത്ത് തുടങ്ങണമെങ്കിൽ അതിനൊരു വഴിയില്ല. റൂം ഇതുപോലെ കിട്ടാനില്ല, ടൗണിൽ റൂം കിട്ടാനില്ല. വേറെ സ്ഥലത്ത് ഇവിടുന്ന് പോയാൽ എനിക്ക് പണി കിട്ടൂല. കാരണം നമ്മൾ ജനിച്ചു വളർന്ന നാടല്ലേ, അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടാണ്. എന്തായാലും സഹായിക്കാൻ ആരെങ്കിലും വരും. അങ്ങനെ രവിയേട്ടൻ്റെ വിഷമം കേൾക്കുന്നവർ, കാണുന്നവർ ഒരു കൈത്താങ്ങ്, ഒരു പിന്തുണ കൊടുത്തേ മതിയാവും. പലരും അങ്ങനെ സന്നദ്ധരായി വന്നിട്ടുണ്ട്. അവരിൽ ആരെങ്കിലും രവിയേട്ടനും ഒന്ന് കൈപിടിച്ചുയർത്താനായി രംഗത്തേക്ക് വരണമെന്നുള്ളൊരു അപേക്ഷ മാത്രമാണുള്ളത്. ചൂരൽമലയിൽ നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ അൽ അമീൻ ഇൻ റിപ്പോർട്ട്.